ഈ കരണ്ടിനൊക്കെ പോവാൻ കിട്ടിയൊരു സമയം ഫൈറ്റ് സീനായിരുന്നു. ഞാൻ വീട്ടിൽ പോട്ടെ. ഉമ്മ കുറേ നേരം ചോറുണ്ണാൻ വിളിക്കണം. ഇടകിടന്ന് കഴിച്ചാലോ? വേണ്ട, തെണ്ടി കിടന്ന് ഓരോ വീട്ടിൽ നിന്ന് കഴിച്ചെന്നും പറഞ്ഞു ഉമ്മ എന്നെ ചീത്ത പറയും. നമുക്ക് പോവാം. എടാ, നീ ഹൈലൈറ്റിലേക്ക് ഉണ്ടാ? അവിടെ സ്മാഷ് എന്ന് പറഞ്ഞ പുതിയ ഗെയിമിംഗ് ആർക്കേഡ് വന്നിട്ടുണ്ട്. അതില് മോനെ ഫോർഡിന്റെ ഫുൾ ബ്ലോൺ ലേറ്റസ്റ്റ് വേർഷൻ ആണ്. ഇല്ലടാ, ഞാൻ ഇല്ല. അവര് വിളിക്കണതല്ലേ, ചെല്ലു. വേണ്ട അമ്മ, ഞാൻ അങ്ങോട്ട് പോണില്ല. മിസ്റ്റർ ശങ്കർ, എനിക്കൊരു ഡൗട്ട്. ഇവനോട് ലുക്ക് മിസ്റ്റർ ശ്രാവൺ എന്ന പുളി. എൻ്റെ പേര് SN ഹർഷ് എന്നാണ്. ശങ്കരത്ത് വീട്ടിൽ നിശ്ചൽ മകൻ ഹർഷ്, അല്ലാണ്ട് സംഘർഷ് അല്ല. പക്ഷെ വിളിക്കാൻ അതാണ് സുഖം. അല്ല, എന്റെ ക്വസ്റ്റ്യൻ അതല്ല. പിന്നെ ഈ ഞാൻ എന്തിനാ ഇടക്കിടക്ക് മിന്നൽ മുരളി സിനിമ കാണുന്നത്? അത് പറയാം, നീ വാ. അവൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോഴായിരുന്നു അവൻ്റെ ബർത്ത്ഡേയും. അന്ന് ഒരു ബൈക്കിൽ ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് പോയതാ. പോണ വഴിക്ക് അവരുടെ വണ്ടി ഒരു ലോറിമേ ആക്സിഡന്റ് ആയി. അതിൽ അവൻ്റെ അച്ഛൻ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. അമ്മ രക്ഷപ്പെട്ടു, പക്ഷെ അവർക്ക് നടക്കാൻ പറ്റില്ല. അവന് മാത്രം വലിയ കുഴപ്പം സംഭവിച്ചില്ല. എന്നിട്ട് അവരെ ഡിന്നറിന് പോകുന്നതിന് മുമ്പേ അവസാനമായി ഒരുമിച്ചിരുന്ന് കണ്ട സിനിമയായിരുന്നു ഈ മിന്നൽ മുരളി. അത് കാണുമ്പോൾ അവൻ അവൻ്റെ അച്ഛൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യത്രേ. അതുകൊണ്ടാ ആ സിനിമ തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. അപ്പോ അതിനുശേഷമാണല്ലേ അവൻ ഇത്രയൊക്കെ ഡള്ളായത്? അതെ, പാവം, അവനിപ്പോൾ ആകെ ഡൗണായി. ഓക്കേ, പക്ഷെ ഈ സംഭവം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നീ വെക്കേഷൻ ടൈമിൽ മാത്രം വരുന്നോണ്ടാ ഇവിടെ നടക്കുന്നൊന്നും നീ അറിയാത്തെ. ഇതൊക്കെ മിന്നൽ മുരളിയിലാണ്. കണ്ടോ, 26-ന് ശേഷം അവനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അമ്മമ്മേ, ഓ, ഞാനിവിടെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെക്കേഷന് വരുമ്പോ ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നില്ലേ, കേശു? അവൻ മരിച്ചപ്പോ അമ്മമ്മ എന്തിനാ അമ്മേനെ വിളിച്ച് കരഞ്ഞേ? അതെനിക്ക് സങ്കടം വന്നിട്ട്. ഒരു പട്ടി മരിച്ചാൽ സങ്കടം വരുമോ? പിന്നെ അത് പട്ടിന്നല്ല, നമ്മൾ ദിവസം കാണുന്നവര് പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടാവുമ്പോ നമുക്ക് സങ്കടം വരും, സഹിക്കാൻ പറ്റില്ല. എന്താ പിന്നെ വേറൊരു പട്ടിയെ വാങ്ങിയ പോരെ? അതെങ്ങനെ ശരിയാവുക? ഇവന് പകരാവോ അവൻ? ഇവൻ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നതല്ലേ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ പോയി കളിക്ക്. എടാ, നീ എങ്ങോട്ടാ? എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യമുണ്ട്, നീ വാ. എങ്ങോട്ടാടാ, പറ. നീ ഇതെങ്ങോട്ടാ? എനിക്ക് പോണം. എടാ, നീയല്ലേ പറഞ്ഞേ ഞാൻ പഴയതുപോലെയല്ല, അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്നൊക്കെ? എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഐഡിയ. എന്ന് വെച്ചാ ഞാൻ 6th പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു അരവിന്ദ് DK ഉണ്ടായിരുന്നു. അവനും ഇയാനെ പോലെ ആയിരുന്നു, ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. അവന് അമ്മയില്ല. അതിനിടയിൽ അവൻ്റെ ചേച്ചിക്ക് എന്തോ പറ്റി. അതിനുശേഷം അവൻ ആകെ മാറി, എല്ലാവരോടും ദേഷ്യം, ഒരു സൈക്കോ. പിന്നെ അവൻ സെന്റ് ജോൺസിന്ന് പോയി. ഞാൻ അവനെ കുറെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇനിയൊരു അരവിന്ദ് DK വേണ്ട. നീ വാ. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞല്ലേ? എടി, ഇതല്ല. നിനക്ക് മിന്നൽ മുരളി സിനിമ ചെയ്യണോ? നീ സൈക്കിൾ മറ്റോ വീണോ? എടാ, ഞാൻ സീരിയസ് ആണ്. നിങ്ങൾ ഇന്ത്യാന ജോൺ ഇപ്പൊ വരാ. എടാ, നീ വാ, നമുക്ക് ചോറൊക്കെ പിന്നുണ്ടാം. ഇത് കുറച്ച് രഹസ്യ സ്വഭാവമുള്ള ഒരു ഐഡിയ ആണ്. അതുകൊണ്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ കുറച്ച് പ്രൈവസി വേണം. നീ വാ.
സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടോ? അതിനൊരു ഫാൻ മെയ്ഡ് വേർഷൻ ഉണ്ട്. അതിന്റെ സീൻ ബൈ സീൻ അഡാപ്റ്റേഷൻ. അതിനെ പറ്റി നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി ഒക്കെ വന്നിട്ടുണ്ട്. ചുമ്മാ തള്ളാതെ കൂടി. സത്യം, നിങ്ങൾ വേണേ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. ഇത് വല്ലതും നടക്കുവോ? ശ്രദ്ധിച്ചു കേട്ടോ, 81-ലോ 82-ലോ ആണ് ഇന്ത്യാന ജോൺസ് എന്ന സിനിമ റിലീസ് ആവുന്നത്. 89-ല് അതിന്റെ ഒരു ഫാൻ മെയ്ഡ് വേർഷൻ 3 കുട്ടികൾ ചേർന്ന് ചെയ്തിരുന്നു. സെയിം സ്റ്റോറി, സെയിം ഡയലോഗ്, പിന്നെ സിമിലർ ലൊക്കേഷൻസ്. അതും അവരുടെ അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ച്. നമ്മളെപ്പോലുള്ള 3 കുട്ടികൾ. അതുകൊണ്ട് ഇവൻ മിന്നൽ മുരളിയായിട്ട് അത്ര ക്ലോസ് അല്ലേ? സോ ചോദിച്ചെന്നുള്ളൂ. മിന്നൽ മുരളി ഓൾറെഡി വന്നതല്ലേ? എടാ, ഈ മിന്നൽ മുരളി നമ്മളുടെ വേർഷൻ. എടാ പുളി, സിനിമയൊക്കെ ചെയ്യാൻ കുറെ കാര്യങ്ങൾ വേണ്ടേ? കാശ് വേണ്ടേ? സിനിമാക്കാര് വേണ്ടേ? അതൊന്നും പേടിക്കണ്ട, അതിനൊക്കെ പറ്റിയ ആള് എന്റെ കസ്റ്റഡിയിലുണ്ട്. അതാര്? നിങ്ങള് വാ. മാമനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അയ്യോ ചോദിച്ചോ. സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിക്കുക SVK പ്രിയേഷ് എന്നാ. സർവവിജ്ഞാനകോശം പ്രിയേഷ്. മാമൻ സിനിമ ചെയ്യാനൊക്കെ ആയോ? പിന്നെ വെറുതെ ആണോ 12 ആൽബവും 2 ഹോം സിനിമയും ചെയ്ത്? ഞങ്ങൾക്കൊരു സിനിമ തരാൻ പറ്റുമോ? ഏത് ഞങ്ങള്? ഞാൻ ഇയാൻ സംഘർഷ്. മിന്നൽ മുരളി, അതിന്റെ അഡാപ്റ്റേഷനാണ് ഞങ്ങൾക്ക് വേണ്ടത്. മിന്നൽ മുരളിയ? യെസ്, അതിന്റെ സീൻ ബൈ സീൻ വേർഷൻ. എല്ലാതുപോലെ, പക്ഷെ അഭിനയിക്കുന്നതൊക്കെ ഞങ്ങളാണ്. മുരളിക്കുമ്പോ ചിരിക്കാനും പാടില്ല. അപ്പൊ പറ്റൂലേ? പിന്നെ എനിക്ക് വട്ടല്ലേ നിന്റെ ഒക്കെ മണ്ടകളിക്ക് കൂട്ടുവെക്കാൻ. നീ ഇത് വെറുതെ വെച്ചേക്കല്ലേ. പറ്റില്ലെന്ന് ഫൈനലാക്കി പറഞ്ഞു. നമുക്ക് കുറച്ച് ക്യാഷ് ഓഫർ ചെയ്താ മാമ സമ്മതിക്കൂ? മാമന്റെ അടുത്തുള്ള എന്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് ക്യാഷ് ഓഫർ ചെയ്താ ചിലപ്പോ മാമൻ വീഴും. പക്ഷേ ക്യാഷ് ആരും? നമുക്ക് മെഹഫിലിനോട് ചോദിക്കാം. മെഹഫിലോ? മെഹഫില് ശരിക്കും ഭയങ്കര റിച്ചാണ്. അവന്റെ ഫാദറെ അങ്ങ് ബോംബെയിൽ എന്തോ വലിയ ജോലിയാ. പോക്കറ്റ് മണി ആയിട്ട് തന്നെ അവന് നല്ല എമൗണ്ടാ കിട്ടാറ്. എന്തിന്? അവന്റെ വാച്ച് കണ്ടിട്ടുണ്ടോ? G-Shock ആണ് മോനെ, G-Shock. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടാ, നിന്റെ G-Shock ഏതാ മോഡല്? അയ്യേ, ഇത് G-Shock അല്ല, C-Shock. G-Shockനേക്കാൾ ഫീച്ചേഴ്സ് ഉണ്ട് ഇതില്. നീ ഇതിന്റെ കളേഴ്സ് കണ്ട? 2 കളേഴ്സാ. പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് സ്പൈഡർമാൻ തീമിലാ. അല്ലെങ്കിൽ G-Shock ഒക്കെ ആരെങ്കിലും വാങ്ങോ? G-Shock ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി ഗൈസ്. ഇനി അങ്ങോട്ട് C-Shock ആണ് ട്രെൻഡ്. നിനക്ക് കാശ് തരാൻ പറ്റുമോ ഇല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്, കാശുണ്ട്. പക്ഷേ ഞാനത് പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കാൻ വെച്ചതാ. ഒരു നല്ല കാര്യത്തിനല്ലേ. നോക്കാം. സമ്മതിക്കോ? സമ്മതിക്കുമായിരിക്കും. ഈശ്വരാ, സമ്മതിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ വളരെ പ്രൊഫഷണലായ രീതിയിൽ മാന്യമായ പ്രതിഫലമൊക്കെ തന്നിട്ടാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. യെസ്. പിന്നെ ഇവനാണ് നമ്മുടെ പ്രൊഡ്യൂസർ മെഹഫിൽ ഇംതിയാസ് ഖാൻ. ഇവന്റെ ഫാദറേ അങ്ങ് ബോംബെയിലാ. ബഡാ ടീമാ. പറയണ്ടില്ലായിരുന്നു. സത്യല്ലേ പറഞ്ഞേ? അപ്പോൾ നിങ്ങളെനിക്ക് എത്ര തരും? ഞങ്ങള് മാമനൊരു 2500 രൂപ വരും. പോയടാ. എടാ, 2500 രൂപയ്ക്ക് സിനിമ പിടിക്കാൻ പോയിട്ട് ഒരു 4 പേർക്ക് സിനിമ കണ്ടിട്ട് വരാൻ പറ്റുമോ? നീയൊക്കെ പോപ്കോൺ നിന്ന് തന്നെ 1000 രൂപ കളയല്ലോ. പോയിക്കോ അവിടുന്ന്. മാമാ, ഇത് നീ തോന്നിയ പോലെ കളിക്കരുതട്ടോ. ഈ ആദ്യം ഗ്രൗണ്ട് റൂൾസ് വായിക്കി ഉണ്ടു തന്നെ പുറത്തു പോയി കുത്തിയിട്ട് വരണം. അവൻ്റെ ഒരു ഗ്രൗണ്ട് റൂൾസ്. പോയെടുത്തോ, പോയെടുത്തോടാ. എന്റെ പട്ടി എടുക്കും. എന്നാ കളിക്കട്ടാ. എനിക്കിപ്പോ എന്താ
കളിക്കണ്ട. ഞാനിതൊക്കെ എത്ര കണ്ടു ഇപ്പൊ തന്നെ എടുത്തുണ്ടോ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. അല്ല അതെ, ഈ സബ്സ്ക്രിപ്ഷൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാലേ എനിക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു ലൈക്ക് പോലും കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയി ഇൻട്രസ്റ്റ് ചെയ്യുന്നതിനാണെങ്കിൽ ഒരു മറുപടിയില്ല. അല്ല, നിങ്ങളുടെ പേരെന്താണ്? ആ, ശ്രീലക്ഷ്മി. ഓക്കെ, ശ്രീലക്ഷ്മി, നിങ്ങളുടെ മാട്രിമോണി സൈറ്റിൽ ഞാൻ ഇനി സെർച്ച് ചെയ്യാനായിട്ട് ഒരു പ്രൊഫൈൽ പോലും ബാക്കിയില്ല. വേണമെങ്കിൽ അതിൽ എത്ര പ്രൊഫൈൽ മൊത്തമുണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ ശ്രീലക്ഷ്മിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. മാരീഡ് ആണോ? ഹലോ, പറ്റുമോ? ഇല്ല. ഹലോ സാർ. ആ പ്രിയേഷ്, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുക? നീ ഇതെവിടെയാ? അയ്യോ, ഉറങ്ങിപ്പോയി സാർ. ആ സോറി. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ തൊഴുത്തില്ലേ? വീടിന്റെ ഫ്രണ്ടിലെ തൊഴുത്ത്? ആ അത് തന്നെ. അതൊന്ന് പുറകിലേക്ക് മാറ്റണം. മാറ്റാം സാർ. ഓക്കെ. എന്തിനാണ്? നമ്മുടെ ക്ലൈമാക്സിലുള്ള ഫൈറ്റ് ഇല്ലേ, ആ പോർഷൻ വർക്ക് ചെയ്യാൻ ഇതാ സൗകര്യം. ഫൈറ്റാ? ആ അതുപോലെ ആ വെന്റിലേറ്ററിലെ ചുവന്ന പെയിന്റ് മാറ്റി ഇളം ബ്ലൂ അടിച്ചു. സാർ, നമ്പർ മാറിയെന്ന് തോന്നുന്നു. ഞാൻ കഥ പറയാൻ ചാൻസ് ചോദിച്ചിട്ട് സാറിനെ വിളിച്ചിട്ടുള്ള പ്രിയേഷാണ്. അപ്പോ ആർട്ട് ഡയറക്ടർ പ്രിയേഷ് ചാവക്കാടല്ലേ? അല്ല. എന്നാ പിന്നെ അത് ആദ്യം പറയണ്ടോ? ഇങ്ങനെ എപ്പോഴും വന്ന് ആളെ പേടിപ്പിക്കലടാ. സിനിമയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എടാ, ഈ ഉദ്ദേശിക്കുന്ന മാതിരി അത്ര എളുപ്പമല്ല ഈ പരിപാടി. ഒരു 10,000 കാര്യങ്ങൾ ശരിയാവണം. ഒരുപാട് രൂപ വേണം, ക്യാമറ വേണം, ടെക്നീഷ്യൻസ് വേണം, പിന്നെ ഉണ്ട് 100 പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഞാനിതെല്ലാം പൂട്ടിക്കെട്ടിയിട്ട് കഥ പറച്ചിൽ മാത്രമായിട്ട് നടക്കുന്നത്. മനസ്സിലായ? മാമ വിചാരിച്ച് ഇതൊക്കെ പറ്റും. എൻ്റെ പുളി, നീ വേറെ വല്ല പരിപാടി ഉണ്ടാ നോക്ക്. അല്ലെങ്കിൽ അച്ഛൻ കുറേ അല്ലേ ഗൾഫിലേക്ക് വിളിക്കുന്നു, അങ്ങോട്ട് പോ. എനിക്ക് കുറച്ച് സ്വൈര്യം എന്താ. മാമ, എന്താ? ജിത്തു ജോസഫ് മാമനെ നമ്പർ വേറെ വിളിച്ചാന്ന് പറഞ്ഞപ്പോ മാമന് വിഷമം ഉണ്ടായില്ലേ? അതുപോലെ തന്നെ അല്ലേ മാമൻ ഞങ്ങൾ റിജക്ട് ചെയ്യുമ്പോ ഞങ്ങൾക്ക് തോന്നാ. എന്റെ മാമ ഇയാന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവരവസാനമായിട്ട് ഒരുമിച്ചിരുന്ന് കണ്ട പടമാണ് മിന്നൽ മുരളി. അതുകൊണ്ടാണ് അതിന്റെ അഡാപ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞത്. പിന്നെ സിനിമയിൽ ഇപ്പോ ഞങ്ങൾക്ക് മാമനെ മാത്രമേ അറിയൂ. പിന്നെ ഞാൻ ഗൾഫിൽ പോവാത്തത് മാമൻ ഇവിടെ ഉള്ളോണ്ടാ. മാമൻ അച്ഛനെക്കാളും ഫണ്ണാണ്. ഞാൻ ഇതുവരെ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. നീ ഇപ്പൊ പോയി കിടക്ക്, നമുക്ക് ആലോചിക്കാം. ഉറപ്പാണോ? നോക്കട്ടെ, നീ പോ.